ആറ്റുകാലമ്മയുടെ പ്രിയപ്പെട്ട ഭക്തരെല്ലാവരും തന്നെ ആകാംക്ഷയോടെ ഭക്തിപൂർവം കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല മാർച്ച് 13 വ്യാഴാഴ്ചയാണ് ആചരിക്കപ്പെടുന്നത്. ആറ്റുകാൽ പൊങ്കാല വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ്, അതുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ പൊങ്കാല ഇടാൻ സാധിക്കും, അത്രമേൽ ആഗ്രഹിച്ചിട്ടും ഒരിക്കൽ പോലും ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇടാൻ കഴിയാത്തവർ ഇനി എന്ത് ചെയ്യണം, ഇതെല്ലാം പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോയാണിത്. വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പൊങ്കാല എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്, ഒരു നിയോഗമാണ്. മനസ്സിലൊന്ന് ആഗ്രഹിച്ചാൽ അങ്ങനെ ഓടിപ്പോയി ഇടാൻ കഴിയുന്ന ഒന്നല്ല ശക്തി സ്വരൂപിണിയായ ആറ്റുകാലമ്മയുടെ പൊങ്കാല എന്ന് പറയുന്നത്. ഈ ഒരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിൽ തോന്നണം എന്നുമില്ല കേട്ടോ. ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടും ആറ്റുകാൽ പൊങ്കാല ഇടാൻ കഴിയാത്ത എത്രയോ വേദനിക്കുന്ന ഭക്ത മനസ്സുകളുണ്ട് നമുക്ക് ചുറ്റും, അല്ലെ? നമ്മൾ അമ്മയുടെ സന്നിധിയിൽ അല്ലെങ്കിൽ അനന്തപുരിയിൽ പോയി പൊങ്കാല ഇടണം എന്നൊന്നുമില്ല കേട്ടോ. ദൂരെ കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ അന്യദേശത്ത്, അതായത് വിദേശത്തൊക്കെ ആയതുകൊണ്ട് ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ആറ്റുകാലമ്മയുടെ മണ്ണിൽ, ആ പുണ്യഭൂമിയിൽ, അതായത് അനന്തപുരിയിൽ പോയി ഇടുന്നതിന് തുല്യമാണ് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ അടുപ്പ് കൂട്ടി ഭക്തിയോടെ നാം അർപ്പിക്കുന്ന പൊങ്കാലയും. സാക്ഷാൽ ആറ്റുകാൽ ദേവി അമ്മ മഹാമായ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കും നമ്മുടെ ഏതൊരു നിവേദ്യവും. നമ്മുടെ മനസ്സാണ്, നമ്മുടെ മനസ്സിലെ ഭക്തിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. അതുകൊണ്ട് അത്രടം വരെ പോയി എനിക്ക് ഈ പ്രാവശ്യം പൊങ്കാല ഇടാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ആരും പരിഭവിക്കേണ്ട, ആരും വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ അടുപ്പ് കൂട്ടി നമ്മുടെ മനസ്സാകുന്ന നിവേദ്യം പൊങ്കാലയായിട്ട് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ചയാണ്. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ശാക്തേയ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. മലയാള മാസത്തിലെ കുംഭത്തിലെ പൂരം നാളിലാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവം, അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പൊങ്കാല സമർപ്പിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. ലോകത്തിലേക്കും വെച്ച് എന്ന് തന്നെ പറയാം. പൊങ്കാല വഴിപാട് സമർപ്പിക്കാനായി എത്തുന്ന വലിയൊരു സ്ത്രീ സമൂഹത്തിന്റെ ആതിഥേയത്വം വഹിക്കാനായി തിരുവനന്തപുരം നഗരം തയ്യാറെടുക്കുന്ന ദിവസങ്ങൾ കൂടിയാണിത്. സൂര്യൻ ഉച്ചസ്ഥായിയിൽ ഉദിച്ച് ചുട്ടുകൊള്ളുന്ന സമയത്ത് ഓലയും കൊതുമ്പും കൊണ്ട് അഗ്നി ഒരുക്കി മൺകലങ്ങളിൽ ഭഗവതിക്കായി പൊങ്കാല സമർപ്പിക്കാനായി ദശലക്ഷക്കണക്കിന് സ്ത്രീകളാണ് എത്തുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ലോകത്തിലെ തിന്മകളെ നശിപ്പിച്ച് നന്മയെ സംരക്ഷിക്കാനായി വിഷ്ണുമായ ഭഗവതിയുടെ അവതാരമെടുത്തതായി പറയപ്പെടുന്നു. എന്നാൽ കണ്ണകിയുടെ ദിവ്യരൂപമാണ് ആറ്റുകാൽ ഭഗവതി എന്നും പറയപ്പെടുന്നുണ്ട്. മധുരയെ ശാപത്താൽ അഗ്നിക്കിരയാക്കിയ കണ്ണകി കന്യാകുമാരി വഴി കേരളത്തിലെത്തി കൊടുങ്ങല്ലൂരിലേക്ക് പോകും വഴി ആറ്റുകാൽ എന്ന സ്ഥലത്ത് താമസമാക്കിയെന്നും അങ്ങനെ അവിടെ ആറ്റുകാൽ ഭഗവതിയായി ഭക്തരെ സംരക്ഷിക്കുന്നവളായി മാറിയെന്നും ആണ് ഐതിഹ്യം. കോപത്താൽ മധുരാ നഗരം ചുട്ടരിച്ച കണ്ണകി അനന്തപുരിയിലെത്തി. ദേവിയുടെ മുൻപിലേക്കെത്താൻ പോലും എല്ലാവരും ഭയപ്പെട്ടു. ഒടുവിൽ ഭഗവതിയുടെ ക്രൂരരൂപം അടക്കാൻ ദേവിയോട് തന്നെ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് തിളച്ചു പൊങ്ങിയ പൊങ്കാല ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചുവെന്നും അങ്ങനെ അന്നപൂർണേശ്വരിയായി മാറിയ ദേവി കോപമടങ്ങി ഭക്തർക്ക് ആശ്രയവും അഭയവും വരവും നൽകുന്ന ഭഗവതിയായി ആറ്റുകാലിൽ സാന്നിധ്യം ഉറപ്പിച്ചു എന്നുമാണ് ഐതിഹ്യം. അന്നു മുതൽ പൊങ്കാല ഭഗവതിയുടെ ഇഷ്ട നിവേദ്യമായി കണക്കാക്കി ഭക്തർ വർഷത്തിലൊരിക്കൽ പൊങ്കാല സമർപ്പിക്കുവാൻ ആരംഭിച്ചു. മകരകുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് 10 ദിവസത്തെ ആഘോഷവും നടത്തി രാത്രി കുരുതി തർപ്പണത്തോടെ ഉത്സവം അവസാനിക്കുന്നു. അതിൽ 9ാമത്തെ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന മഹോത്സവം. ദശലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ വ്രതമെടുത്ത് പൊങ്കാല സമർപ്പിക്കുന്ന പൊങ്കാല മഹോത്സവം ഈ വർഷം 2025 മാർച്ച് 5 ആരംഭിച്ച് പ്രധാന ചടങ്ങായ പൊങ്കാല സമർപ്പണമാണ് മാർച്ച് 13 നടക്കാൻ പോകുന്നത്. പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നതാണ്. മനമുരുകി കരഞ്ഞു വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് സ്ത്രീകൾ സ്നേഹത്താൽ ദേവിക്ക് അർപ്പിക്കുന്ന നിവേദ്യമാണ് പൊങ്കാല. അരി, ശർക്കര, നാളികേരം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഴം എന്നിവയൊക്കെ ചേർത്തുണ്ടാക്കിയ പായസത്തിന് തുല്യമായ നിവേദ്യമാണ് പൊങ്കാല.
പ്രാർത്ഥനയോടെ അർപ്പിക്കുന്ന പൊങ്കാല എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും ശമനമുണ്ടാക്കും എന്ന പ്രതീക്ഷയോടെയാണ് സ്ത്രീജനങ്ങൾ അമ്മയ്ക്കായി സമർപ്പിക്കുന്നത്. ഭൂമി ദേവിയായി കരുതപ്പെടുന്ന മൺകലവും അരിയും, അത് വേവാൻ ഉപയോഗിക്കുന്ന ജലവും ആകാശവും വായുവും, അരി തിളയ്ക്കാനായി അടുപ്പ് കൂട്ടുന്ന അഗ്നിയും ചേരുന്ന പഞ്ചഭൂതങ്ങളാണ് പൊങ്കാല. പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേർന്ന് തിളച്ചു തൂവുന്ന പൊങ്കാല സർവ്വ ആനന്ദമായും കണക്കാക്കപ്പെടുന്നു. കാർത്തിക നാൾ ദേവിക്ക് കാപ്പ് കെട്ടി കുടിയിരുത്തുന്ന നാൾ മുതൽ ഉത്സവം ആരംഭിക്കുകയായി. പൂരം നാളിൽ പൊങ്കാല സമർപ്പിക്കാനുള്ള സ്ത്രീകളെ കൊണ്ട് ക്ഷേത്ര പരിസരങ്ങൾ എല്ലാം നിറയും. ഒരേ മനസ്സോടെ പാവപ്പെട്ടവനും പണക്കാരനും എന്നില്ലാതെ ഒരുമിച്ച് അർപ്പിക്കുന്ന പൊങ്കാല, എല്ലാവരും ഒന്നായി അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ജപിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പൊങ്കാല. പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുമ്പേ വ്രതം ആരംഭിക്കണം. 2 നേരം കുളിച്ച് മത്സ്യമാംസാദികൾ ഒഴിവാക്കി സസ്യാഹാരം മാത്രം കഴിച്ച് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതം എടുക്കേണ്ടത്. പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ, അതായത് 1 നേരം മാത്രം അരിയാഹാരം കഴിച്ച് വേണം നമ്മൾ വ്രതം ആചരിക്കാൻ. പൊങ്കാല ഇടുന്നതിന് മുമ്പ് ക്ഷേത്ര ദർശനം നടത്തി പൊങ്കാല ഇടാൻ ദേവിയോട് അനുവാദം ചോദിക്കുക എന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. അതിനുശേഷം അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കേണ്ടതാണ് നിലവിളക്ക് കൊളുത്തി അതിനു മുൻപിൽ അവൽ, പഴം, മലർ, ശർക്കര, കൽക്കണ്ടം, മുന്തിരി എന്നിവയും കിണ്ടിയിൽ ജലവും വെക്കേണ്ടതാണ്. പുതിയ മൺകലത്തിലായിരിക്കണം നമ്മൾ പൊങ്കാലയിടേണ്ടത്. മൺകലത്തെ ശരീരമായും സങ്കല്പിച്ച് അത് തിളച്ചു മറിയുന്ന അരി അഹം കൊണ്ട് നിറഞ്ഞ മനസ്സായും കണക്കാക്കണം. അങ്ങനെ തിളച്ചു മറിഞ്ഞ് അഹം എന്ന ഭാവം നശിച്ച് ശുദ്ധമായ മനസ്സിൽ ശർക്കര എന്ന മധുരം ഉള്ളിൽ ആനന്ദം നിറയ്ക്കുന്നു എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. അങ്ങനെ ശുദ്ധമായ മനസ്സോടെ അർപ്പിക്കുന്ന പൊങ്കാല ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നു. ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള ഭണ്ഡാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് പകർന്നു നൽകുന്ന തീ കൊണ്ട് മാത്രമേ മറ്റ് അടുപ്പുകൾ കത്തിക്കാൻ പാടുള്ളൂ. പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷമേ ജലപാനം പോലും പാടുള്ളൂ. പൊങ്കാല കൂടാതെ തെരളി, കുമ്പിളപ്പം, മണ്ടപ്പുറ്റ് എന്നിവയും ഉണ്ടാക്കി നിവേദ്യമായി ഭക്തർ സമർപ്പിക്കാറുണ്ട്. പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കുക എന്നൊരു ചടങ്ങുണ്ട്. തൂഷനിലയിൽ അവിൽ, മലർ, വെച്ചില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം എന്നിവ വെക്കണം. സാധാരണയായി പുതിയ മൺകലത്തിലാണ് നമ്മൾ പൊങ്കാല ഇടാറുള്ളത്. ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ. പൊങ്കാലയിൽ പ്രധാനമായും 3 വിഭവങ്ങളാണ് കാണപ്പെടാറുള്ളത്. ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളിയപ്പം അഥവാ കുമ്പിളപ്പം തുടങ്ങിയവയാണത്. സാധാരണയായി മിക്കവരും ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത്. രോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നിവേദിക്കാറുള്ളത്. അരിയും പയറും ശർക്കരയും മറ്റും ചേർന്നാണ് മണ്ടപ്പുറ്റ എന്ന ഈ വിഭവം തയ്യാറാക്കുന്നത്. കൂടാതെ കടും പായസം അഥവാ കഠിന പായസം, പ്രഥമൻ, വെള്ളച്ചോറ്, സേമിയ, പാൽപായസം, പാലട, മോദകം, ഇലയട മുതലായ പല ഭക്ഷ്യവസ്തുക്കളും ഭക്തർ നിവേദിച്ച് കാണാറുണ്ട്. നിവേദ്യ വസ്തു എന്ത് തന്നെയായാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നതാണ്. പൊങ്കാല തിളച്ചു വരുന്ന ദിക്ക് കണക്കാക്കി ഫലവും പറയാറുണ്ട്. പൊങ്കാല തിളച്ചു മറിയുന്നത് ഏത് ദിക്കിലേക്കാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഫലവും പറയുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ച് പൊങ്കാല സമർപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണും. ഭഗവതിയോട് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാകും പൊങ്കാല സമർപ്പിക്കുന്നത്. അമ്മേ മഹാമായി എൻ്റെ ഈ ഒരു കാര്യം നിവർത്തിച്ച് തരണേ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടാണ് ദേവിയുടെ മുൻപിൽ അത്രമേൽ സമർപ്പണത്തോടെ നമ്മൾ ആ പൊങ്കാല സമർപ്പിക്കുന്നത്. അതായത് കിഴക്ക് ദിക്കിലേക്കാണ് തിളച്ചു മറിയുന്നതെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവതി എത്രയും പെട്ടെന്ന് നടത്തിത്തരും എന്നാണ് പറയുന്നത്. വടക്കോട്ടായാൽ കാര്യം നടക്കാൻ അല്പം താമസമുണ്ടാകുമെന്നും പടിഞ്ഞാറോട്ടാണെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാകുമെന്നും തെക്കു ഭാഗത്തേക്കാണ് തിളച്ചു മറിയുന്നതെങ്കിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറില്ല എന്നുമാണ് പറയപ്പെടുന്നത്. എന്നും പറഞ്ഞ് തെക്കു ഭാഗത്തേക്ക് പൊങ്കാല തിളച്ചു പോയി എന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഭഗവതിക്ക് മാറ്റിത്തരാൻ പറ്റാത്ത ഒരു സങ്കടങ്ങളും ദേവി നമ്മൾക്ക് നൽകുകയില്ല. അത്രമേൽ ഭഗവതിയോട് അടുത്ത് പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയാൽ ദേവിക്ക് മാറ്റാൻ പറ്റാത്ത ഒരു ദുരിതങ്ങളും നമ്മളെ കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലൊന്നും ആരും വിഷമിക്കേണ്ടതായിട്ടില്ല. തിളച്ചു വീഴുന്ന ഇതിക്കനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ഫലങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞതാണ് കേട്ടോ. വ്രതമെടുക്കുന്നവർ 1 നേരം മാത്രം അരിയാഹാരം കഴിച്ച് ബാക്കി സമയം ഫലമൂലാദികൾ കഴിച്ച് വ്രതമെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബ്രഹ്മചര്യം നിർബന്ധമാണ്.
തിന്മയാകുന്ന ഒരു കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. ദേവി മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ, ദേവിയുടെ നാമങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ. പൊങ്കാല സമർപ്പിക്കുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വാലായ്മ ഉള്ളവർ പൊങ്കാല ഇടാൻ യാതൊരു കാരണവശാലും പാടില്ല. പൊങ്കാല ദേവിക്ക് നേദിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇളനീരോ പഴമോ കഴിച്ച് നമ്മൾക്ക് വ്രതം വീടാവുന്നതാണ്. പൊങ്കാല പായസം പാഴാക്കി കളയാൻ പാടില്ല കേട്ടോ. സ്വന്തം വീട്ടിലുള്ളവർ എല്ലാവരും ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. പൊങ്കാല ഇടാൻ ആറ്റുകാലിൽ പോവാൻ സാധിക്കാത്തവർ, അതായത് എല്ലാവർക്കും ആറ്റുകാൽ വരെ പോയി പൊങ്കാല ഇടാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾക്ക് നമ്മളുടെ സ്വന്തം ഗൃഹത്തിൽ തന്നെ പൊങ്കാല ഇടാം. ഈ വ്രതമൊക്കെ അതിന്റെ ചിട്ടവട്ടങ്ങളോടുകൂടി നോക്കി ദേവി അത്രമേൽ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമ്മുടെ വീടിന്റെ മുറ്റത്തിരുന്ന് അടുപ്പ് കൂട്ടി പൊങ്കാല ഇടാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും അങ്ങനെ ചെയ്യുന്നതായി നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ദേവിയുടെ അനുഗ്രഹം അത്രമേൽ നമ്മളിൽ ഉണ്ടാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഭക്തിയോടെ പരാശക്തിയായ ദേവിയെ ഭജിച്ച് പൊങ്കാലയിട്ട് നിങ്ങളുടെ സർവ്വ ദുഃഖ ദുരിതങ്ങളും നീങ്ങി ദേവിയുടെ അനുഗ്രഹം അത്രമേൽ നിങ്ങളിലും കുടുംബാംഗങ്ങളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും പൊങ്കാല അതിന്റെ ഭക്തിയോടുകൂടി ഇടാൻ സാധിക്കട്ടെ. അതിന് ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം അത്രമേൽ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.